ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കുന്നത് ഒരു പുതിയൊരു ഭാഗം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് റിയാക്ഷൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ, പാരലൽ റിയാക്ഷൻ, ചെയിൻ റിയാക്ഷൻ, അങ്ങനെ നമ്മൾ ഒരുപാട് റിയാക്ഷൻസിനെ പറ്റിയിട്ട്, ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് രസ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത് ഈ ഭാഗത്തിൽ നിന്നായിരിക്കും. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതാണ് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റിയാക്ഷൻ റേറ്റ്. കണ്ടോ, ടെമ്പറേച്ചർ, ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റിയാക്ഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ് റിയാക്ഷൻ റേറ്റിൽ. അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ പ്രതീക്ഷിക്കണം ഈ ഭാഗം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇന്നെടുക്കുന്ന ഈ ഭാഗം മുഴുവൻ നമ്മൾ ആദ്യമായിട്ട് കോറിലേറ്റ് ചെയ്ത് വേണം എസ് എ ചോദിച്ചാൽ എഴുതേണ്ടത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ, ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ഒരു സാധാരണ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ഒന്ന് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരാൾ സാധാരണ ഒരു കല്ലിൻ്റെ മുകളിലിരിക്കുമ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ. എന്നാൽ നമ്മൾ അടി ഇങ്ങനെ ചൂടാക്കിയിട്ടുള്ള കല്ലിൻ്റെ മുകളിലാണ് അയാൾ ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് തന്നെ, ആ ഇഫക്റ്റ് തന്നെയാണ് റിയാക്ഷൻ്റെ റേറ്റിനും സംഭവിക്കുന്നത്. കെമിക്കൽ റിയാക്ഷനും സംഭവിക്കുന്നത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ. അതായത് പിന്നെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ എ സ്മോൾ ഇൻക്രീസ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ട്രമൻഡസ്ലി ഇൻക്രീസ്ഡ് ബൈ എ സ്മോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. വളരെ ചെറിയൊരു ടെമ്പറേച്ചറിന് ഇൻക്രീസ് കൊടുക്കുമ്പോഴേക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വളരെ ചെറിയ ഒരു ഇൻക്രീസാണ് നമ്മൾ ടെമ്പറേച്ചറിൽ കൊടുത്തതെങ്കിൽ റേറ്റിൽ എന്താ സംഭവിക്കുക? റേറ്റിൽ ആ ഇൻക്രീസ് വളരെ ഭയങ്കരമായിരിക്കും, കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഇറ്റ്സ് എക്സ്പ്രസ്ഡ് ബൈ ടേംസ് ഓഫ് temperature coefficient. Okay, so temperature coefficient is what is meant by temperature coefficient is defined as the reactions is the ratios of the rate constant of reactions at two temperatures differing by 10 degree. Okay, എന്താണ് temperature coefficient എന്ന് പറഞ്ഞാൽ? It is the reactions is the ratios of rate constant of the reaction at two temperatures differ by 10 degree. This is called what? Temperature coefficient എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടെമ്പറേച്ചർ എടുക്കും. ഒന്ന് ഇപ്പം 298 കെൽവിനാണ്, 298 കെൽവിനിലുള്ള റേറ്റ് നമ്മൾ നോക്കുക. മറ്റൊന്ന് 10 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 308 കെൽവിനിലുള്ള ടെമ്പറേച്ചർ നോക്കുക, അപ്പോഴത്തുള്ള റേറ്റ് നോക്കുക. സോ ദീസ് റേറ്റുകളുടെ റേഷ്യോസ് ഓഫ് ദീസ് ടു റേറ്റ്സ്, ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി ഡിഫറൻസിൽ നടക്കുന്ന റേറ്റുകളുടെ റേഷ്യോയാണ് നമ്മളിപ്പം ഇതിൻ്റെ റേഷ്യോ കാണാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യാം? റേറ്റ് കോൺസ്റ്റൻ്റ് അറ്റ് 308 കെൽവിൻ ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റൻ്റ് അറ്റ് 298 Kelvin. So this difference is called what? Rate constant ആണ്. This difference this ratio is called what? Temperature coefficient. Usually its value 2 or 3. 2ൻ്റെയും 3യുടെയും ഇടയിലായിരിക്കും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റെ വാല്യൂ നമ്മൾ ഏത് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഓക്കെ, സോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ it is the reactions, the ratios of the rate constant of reactions at two temperature differ by 10 degree centigrade. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റൻ്റ് അറ്റ് T+10 കെൽവിൻ ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റൻ്റ് അറ്റ് T കെൽവിൻ. ദിസ് ഈസ് കോൾഡ് വാട്ട്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇതിനർത്ഥം എന്താ? ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് 2 അല്ലെങ്കിൽ 3 അത്രേ വരുള്ളൂ. ഇതിനർത്ഥം എന്താണ്? ആസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്സ് ആസ് ഹൈ ആസ് 2 or 3, ദാറ്റ് ഈസ് ഇൻ മെനി കേസസ് റിയാക്ഷൻ റേറ്റ് ഈസ് ഡബിൾ ഓർ ട്രിപ്പിൾ വിത്ത് എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. ഒരു 10
ഡിഗ്രി റൈസ് ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കിനും ദ റിയാക്ഷൻ റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ആസ് ഡബിൾ ഓർ ട്രിപ്പിൾ. മനസ്സിലായോ? 3 times or 2 times ഒക്കെ എന്ത് ചെയ്യും, റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്പീഡിൽ റിയാക്ഷൻ നടക്കും. ദിസ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഈ എങ്ങനെയാണ് ടെമ്പറേച്ചറിന് ഈ ഇഫക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് കൊളീഷൻ തിയറി. നമുക്ക് കൊളീഷൻ തിയറിയുടെ ബേസിൽ നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി നമുക്കറിയാം എങ്ങനെയാണ് എ കെമിക്കൽ റിയാക്റ്റൻ വിച്ച് collide each other effectively, then they increase the reaction rate. ഓക്കെ, അങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. കൊളൈഡ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ കൊളീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ കൊളീഷൻ ഇഫക്റ്റീവ് ആയിരിക്കണം. ഇഫക്റ്റീവ് കൊളീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് വേണം? ചില ചെറിയ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇതിനൊരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 2 കാറുകൾ പോകുമ്പം 2 കാറുകൾ ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പം ഒരു ആക്സിഡൻ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ വടിയായി കാലിയായി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? അവിടെ ഇഫക്റ്റീവായിട്ടുള്ള നല്ല ഓവർ സ്പീഡിൽ വരുന്നതായിരിക്കണം. 2 ആളുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെങ്കിലും വരണം, അല്ലേ? 2 പേരും മിനിമം സ്പീഡിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള നിയമത്തിൻ്റെ സ്പീഡിൽ പിന്നെ റേറ്റിലൊക്കെ പോവുകയാണെങ്കിൽ 40, 50, 60 റേഞ്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അവർ പോവുകയാണെങ്കിൽ, മെല്ലെ മെല്ലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കഥയും പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് ഇഫക്റ്റീവായിട്ടുള്ളൊരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യില്ല, എഫക്റ്റീവായിട്ടുള്ള ബോഡിക്ക് ചെറുതായിട്ട്, വണ്ടിയുടെ ബോഡിക്ക് ചെറുതായിട്ടൊരു ചളുങ്ങ് പറ്റുകയല്ലാണ്ട് അത് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് ശരിയാക്കി എടുക്കാം. ചളുങ്ങി പറ്റിയ ആളുകൾക്കൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പം ഇതേപോലെ തന്നെ ഇഫക്റ്റീവ് കൊളീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡ് വളരെ കൂടുതലായിരിക്കണം, അല്ലേ? അപ്പം ഇവിടെ ഒക്കെ കൂടി അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ആക്സിഡൻറ്റ് പറഞ്ഞ് ഇഫക്റ്റീവായിട്ടുള്ള ആക്സിഡൻറ്റ് നടക്കുകയുള്ളൂ. അപ്പം മാത്രമേ ആളുകൾ മരിക്കുകയുള്ളൂ, പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇതേ കണ്ടീഷൻ തന്നെയാണ് മോളിക്യൂളിൻ്റെ കൊളീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കൊളൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൊളീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടും. എന്നാൽ ഇതിനൊരു ഇഫക്റ്റീവ് എനർജി, ഒരു മിനിമം എനർജി ഇല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടിക്കഴിഞ്ഞാലും എന്താവില്ല, പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല, പ്രൊഡക്റ്റ് ആവില്ല. അപ്പം ഒരു പാർട്ടിക്കിളിൻ്റെ പ്രൊഡക്റ്റ് ആകുവാൻ വേണ്ടിയിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി ഓരോ പാർട്ടിക്കിളും ഉണ്ടാവണം. ആ എനർജി നമ്മൾ ത്രെഷോൾഡ് എനർജി നമ്മൾ വിളിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കും. ആ എനർജിയെ നമ്മൾ ത്രെഷോൾഡ് എനർജി എന്നാണ് പറയുക. ത്രെഷോൾഡ് എനർജി നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവും. ത്രെഷോൾഡ് എനർജി എന്നാണ് നമ്മൾ ആ ഒരു പാർട്ടിക്കിൾ, ഈ ഒരു എനർജിയെ നമ്മൾ പറയാം. ഓക്കെ, സോ നമുക്ക് ഇഫക്റ്റീവായിരിക്കണം കൊളീഷൻ, അല്ലേ? അപ്പം ഇൻക്രീസ്ഡ് ഇൻ റിയാക്ഷൻ റേറ്റ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് ഡ്യൂ ടു ദ കോമ്പിനേഷൻ ഓഫ് 2 factors, അല്ലേ? കോമ്പിനേഷൻ ഓഫ് 2 factors. ഫസ്റ്റ് വൺ, increase in collision frequency. As temperature increases, the collision frequency is also increased. So increased in collision frequency. So first factor ഇതാണ്, increased in collision frequency. That means with increase in temperature, average velocity of the molecule increase. This leads to increase in collision frequency. ഓക്കെ, എന്താ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും കുറച്ചിട്ട് കഴിയുമ്പം. നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈം, അതിനെയാണ് നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈമിൽ നടക്കുന്ന കൊളീഷൻസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദീസ് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈം ഈസ് ഓൾസോ ഇൻക്രീസ്. ദാറ്റ് മീൻസ് കൊളീഷൻ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ഇൻ ദ നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻ. Increased in number of effective collision. Number of effective collision increase ചെയ്യും. സോ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ റീസൺ, അതായത് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് റേറ്റും ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. So major reasons for this tremendous increase in the reaction rate with even small rise in temperature is due to a rise in number of collisions. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് കൊളീഷൻ നടക്കുന്നു എന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, മോളിക്യൂൾസ് ധാരാളമായിട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. ഇഫക്റ്റീവ് കൊളീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഒരു ക്രൈറ്റീരിയ, ഇഫക്റ്റീവ് കൊളീഷൻ നടക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൊളൈഡിങ് മോളിക്യൂൾ possess a threshold energy for the reaction. Okay, so then what is meant by threshold energy? Threshold energy is the minimum amount of energy that colliding reactant molecules must possess if their collision is to result into chemical reaction. Minimum energy, it is minimum energy possessed by a molecule, colliding reactant molecule, and വേണം for collision and to results in chemical reaction. അപ്പം ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കൊളീഷൻ നടന്നു കഴിഞ്ഞാലും പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ പൊസസ് എ മിനിമം എമൗണ്ട്, ദാറ്റ് മിനിമം എമൗണ്ട് ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി. ഓക്കെ, ഈ മിനിമം എക്സസ് എനർജി ദാറ്റ് റിയാക്റ്റൻറ്റ് മസ്റ്റ് അക്വയർ so as to have energy equal to threshold energy for the reaction is known as activation energy. അതായത് മോളിക്യൂൾസിനകത്ത് എന്തുണ്ടാവും, ഒരു എനർജി ഉണ്ടാവും. അപ്പം ഈ മിനിമം എനർജി ഉണ്ടെങ്കിൽ ആ മിനിമം എനർജി, ആ ത്രെഷോൾഡ് എനർജി മോളിക്യൂളിൻ്റെ ആക്ച്വൽ എനർജിയിൽ നിന്ന്, മോളിക്യൂളിന് ആക്ച്വലി ഉള്ളൊരു എനർജിയും, ചിലപ്പോൾ ഒരു മോളിക്യൂളിന് വേണ്ടുന്ന റിയാക്ഷൻ നടക്കാൻ വേണ്ടി വേണ്ടുന്നത് ഒരു 10 കാലറി അല്ലെങ്കിൽ 10 ജൂള്, അങ്ങനെ ഏതെങ്കിലും ഒരു എനർജി ആയിരിക്കും വിചാരിക്കുക വേണ്ടത്. മോളിക്യൂളിന് വേണ്ടുന്നത് അതാണ്, 10 ജൂളാണ്. എന്നാൽ മോളിക്യൂളിൻ്റെ അടുത്തൊരു 20 ജൂൾ എമൗണ്ട് ഓഫ് എനർജി അതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എനർജി, ദാറ്റ് ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി, പിന്നെ അതിൻ്റെ ആവറേജ് എനർജി ആക്ച്വലി പൊസസ്ഡ് ബൈ ദ റിയാക്റ്റൻ മോളിക്യൂൾ. റിയാക്റ്റൻ മോളിക്യൂൾസിന് പൊസസ് ചെയ്യുന്ന ആക്ച്വൽ എനർജി ഉണ്ടല്ലോ. അപ്പം ചിലപ്പോൾ റിയാക്ഷൻ മോളിക്യൂളിന് പൊസസ് ചെയ്യുന്ന ഒരു ആക്ച്വൽ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവുമല്ലോ. ആ മോളിക്യൂളിൻ്റെ എനർജി, മോളിക്യൂളിലുള്ള എനർജി, ആ കൈനറ്റിക് എനർജീൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയും മോളിക്യൂളിൻ്റെ ത്രെഷോൾഡ് എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്ടിവേഷൻ എനർജി. സോ മിനിമം എക്സസ് എനർജി ദാറ്റ് ദ റിയാക്റ്റൻറ്റ് മസ്റ്റ് അക്വയർ so as to have energy equal to threshold energy for the reaction is known as activation energy. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂളിനുള്ള മിനിമം എക്സസ് എനർജി ദാറ്റ് റിയാക്റ്റൻറ്റ് മസ്റ്റ് അക്വയർ സോ as to have energy equal to threshold energy for the reaction is known as activation energy. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് എനർജി മൈനസ് ആവറേജ് എനർജി ആക്ച്വലി പൊസസ്ഡ് ബൈ ദ റിയാക്റ്റൻ മോളിക്യൂൾ. അപ്പോൾ റിയാക്റ്റൻ മോളിക്യൂളിലുള്ള ആക്ച്വൽ എനർജിയും ത്രെഷോൾഡ് എനർജിയുടെയും ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ സ്റ്റഡി നമുക്ക് നടത്താം. അതിന് വേണ്ടിയിട്ട് ഫ്രാക്ഷൻ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾ വൈ ആക്സിലും ഫ്രാക്ഷൻ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾ വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ നമ്മൾ കൈനറ്റിക് എനർജിയും എടുത്തിരിക്കുകയാണ്. അറ്റ് ടെമ്പറേച്ചർ T1 നമുക്കറിയാം, സാധാരണ പോലെ നമുക്കൊരു ഗ്രാഫ് കിട്ടും. T1 is for T1 and for T2, temperature T2 would obtain a graph like this. T2 here T2 is higher temperature, higher than T1. T1 plus 10 Kelvin ആണ് T2 എന്ന് പറയുന്നത്. സോ T1 ചെറിയ ടെമ്പറേച്ചറാണ്, T2 അതിനേക്കാൾ 10 ഡിഗ്രി കൂടിയ ടെമ്പറേച്ചറാണ്, വലിയ ടെമ്പറേച്ചറാണ്. ഓക്കെ, സോ the threshold energy value here, the threshold energy is expressed here. This is the threshold energy point, ET, threshold energy value. So this diagram shows the distribution of molecular energies at two temperature. Okay, distribution of molecular energies at two temperature T1 and T2. At the lower temperature T1, the fraction of number of molecule possessing energy equal to or greater than the threshold energy. Okay,
the lower temperature T1, the fraction of number of molecule is possessing energy. The fraction of number of molecule is possessing energy. That means the threshold energy is proportional to area of this figure A, B, C, D. ഇത് T1 എന്നുള്ള ടെമ്പറേച്ചറാണ്. അപ്പം T1 എന്നുള്ള ടെമ്പറേച്ചറിനെ സംബന്ധിച്ച് T1 ടെമ്പറേച്ചറിൽ നമ്പർ ഓഫ് മോളിക്യൂൾ പൊസസിങ് എനർജി അറ്റ് ത്രെഷോൾഡ് എനർജി ET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദിസ് ABCD. ഓക്കെ, ഈ ഏരിയയാണ് ഈ ഒരു T1 ടെമ്പറേച്ചറിലുള്ള T1 ടെമ്പറേച്ചറിൽ പാർട്ടിക്കിൾസിൻ്റെ ത്രെഷോൾഡ് എനർജി ആയിട്ട് വരുന്നത്. ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ T1 ടെമ്പറേച്ചറിലുള്ള മൊത്തം പാർട്ടിക്കിൾസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് ഏരിയ ആണ്. ഓക്കെ, ബട്ട് സ്ലൈറ്റ്ലി ഹയർ ടെമ്പറേച്ചർ 10 ഡിഗ്രി മാത്രം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പം ഹയർ 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇൻക്രീസ് കിട്ടിയപ്പം ദിസ് ഫ്രാക്ഷൻ ഈസ് മച്ച് ഹയർ അല്ലേ. ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഹയറായി. കാരണം അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABEF എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ്റെ എനർജി ആയിരിക്കും വരിക. എനർജി എന്ന് പറഞ്ഞാൽ ആരുടെ വരിക? ABEF എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രാക്ഷൻ്റെ എനർജി ഒന്നായിട്ടുള്ള ഈ ഫ്രാക്ഷൻ ഇത്രയുമാണ് അതിൻ്റെ എനർജി ആയിട്ട് വരിക. ഈ ഒരു ഫ്രാക്ഷൻ ഒന്നായിട്ട് ABEF ആണ് വരിക. ഒരു 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇൻക്രിമെൻറ്റ് വരുത്തിയപ്പോഴത്തേക്കും ടെമ്പറേച്ചറിൽ ഇൻക്രിമെൻറ്റ് വരുത്തിയപ്പോഴേക്കും അതിൻ്റെ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അതിന് വേണ്ടുന്ന എനർജി കൂടി. അപ്പോൾ റിയാക്ഷൻസിനകത്ത് ആക്ടിവേഷൻ എനർജി നോക്കുക, അതിൻ്റെ ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ എനർജി ബാരിയർ അവിടെ കുറഞ്ഞു വരും ത്രെഷോൾഡ് എനർജി കൂടുമ്പോൾ. അപ്പം എനർജി ബാരിയർ കുറഞ്ഞു വരുമ്പം പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻ നടത്താനായിട്ട് പറ്റും. അപ്പം ABEF എന്നുള്ള ഏരിയയിലുള്ള നമ്പർ ഓഫ് ഏരിയ അണ്ടർ ABEF എന്നായിട്ട് മാറി. അപ്പം ഇതിൻ്റെ അർത്ഥം സ്മോൾ റേസ് ഇൻ ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾ ക്യാപ്പബിൾ ഓഫ് റിയാക്ടിങ് ഇൻ കൊളീഷൻ ആൻഡ് ദെയർബൈ ക്രോസിങ്, that is called activation energy barrier, and thereby crossing this activation energy barrier. ഈ ഒരു ഇത്രയും എമൗണ്ട് ഓഫ് എനർജി വേണം. സോ ദിസ് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ദിസ് എനർജി ക്രോസ് ചെയ്യാനുള്ള ബാരിയറാണ്. ഇവിടെ ആദ്യം ഇത്രയും എനർജി ആയിരുന്നു അതിന് വേണ്ടിയിരുന്നത്, ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ആയിരുന്നു വേണ്ടിയിരുന്നത്. സോ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? With a very small rise in temperature, number of molecule is capable of reacting in collision and thereby crossing, so activation energy barrier to form the product increases to a great extent. Okay, so in other words we can say at small rise in temperature, number of effective collisions is increased to a very large extent, so resulting in the tremendous increase in the rate of a reaction. സോ ഇതാണ് ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ്. ഈ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് സ്റ്റഡി ചെയ്ത സയൻറ്റിസ്റ്റാണ് അറീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ്. ടെമ്പറേച്ചർ ഇഫക്റ്റ്. അപ്പോൾ ടെമ്പറേച്ചർ ചോദിക്കുമ്പോൾ ഈ കാര്യം അറീനിയസ് ഇക്വേഷനും കൂടി എഴുതി വെക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പം അറീനിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടൊരു ഇക്വേഷൻ അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തു. ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് K is equal to AE raised to minus EA by RT minus CA by RT. Okay, so this equation is known as Arrhenius equation. This equation is known as what? Arrhenius equation. So then Arrhenius equation K is equal to, these equations tell us the relationship between rate constant and temperature by using an equation that is K is equal to AE raised to minus EA by RT. എന്നിട്ട് നിങ്ങൾ ഈ ഓരോ ടേമും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. where K is the rate constant and T is the temperature in Kelvin, R is universal gas constant, EA is the activation energy of the molecule, and where A is the Arrhenius parameters, Arrhenius pre-exponential factor. Okay,
ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയാം, ഓർ അറീനിയസ് ഫാക്ടർ എന്ന് പറയാം, ഓർ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയാം. അറീനിയസ് ഫ്രീക്വൻസി ഫാക്ടർ, അറീനിയസ് ഫാക്ടർ ഓർ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ, എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എയെയും ആക്ടിവേഷൻ എനർജിയെയും ഈ അറീനിയസ് ഫാക്ടറിനെയും കൂടി കൂട്ടിച്ചേർത്ത്, ആക്ടിവേഷൻ എനർജിയെയും അറീനിയസ് പാരാമീറ്റേഴ്സിനെയും നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിനെയും കൂടി കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് അറീനിയസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് അറീനിയസ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, പ്രീ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ആക്ടിവേഷൻ എനർജിയും കൂടി ചേർന്നിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ അറീനിയസ് പാരാമീറ്റർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇനി എന്താണ് അറീനിയസ് പാരാമീറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ്? ഈ അറീനിയസ് ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഈ ഇക്വേഷൻസിന് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, വെരി സ്മോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, എന്താ സംഭവിക്കുക? ന്യൂമറേറ്ററിലായതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഈ വാല്യൂ കുറയും. എന്നാൽ ഇത് നെഗറ്റീവ് ഓഫ് ദ ഇ റൈസ് ടു മൈനസ് ആണ്. ഇ റൈസ് ടു മൈനസ് വാല്യൂ എന്ന് പറയുമ്പം ഇ റൈസ് ടു കുറവ് എന്ന് പറഞ്ഞ് മൈനസ് കുറവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹയർ വാല്യൂ, ഇൻക്രീസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദീസ് എക്സ്പോണൻഷ്യൽ ടേം ഈസ് ഓൾസോ ഇൻക്രീസ്, സോ റേറ്റ് ഈസ് ഓൾസോ ഇൻക്രീസ്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ടിവേഷൻ, പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം കെയും ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം നെഗറ്റീവ് പവർ ഓഫ് എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഓക്കെ, നെഗറ്റീവ് പവർ ഓഫ് എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഓഫ് ദിസ് ഇക്വേഷൻ. ഇനി അറീനിയസ് പാരാമീറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഏതൊക്കെയാണ് അറീനിയസ് പാരാമീറ്റർ? ആക്ടിവേഷൻ എനർജിയും ഫ്രീക്വൻസി ഫാക്ടറും അല്ലേ? എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? എന്താണ്? അറീനിയസ് ഇക്വേഷനകത്ത് ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു threshold energy or its minimum acquired energy. So the collision would results in chemical reaction. അപ്പോൾ ഇവിടെ കൊളീഷൻ കെമിക്കൽ റിയാക്ഷനിലേക്ക് നടക്കും. അപ്പോൾ നമുക്ക് പറയാനായിട്ട് വരുന്നത് എന്താണ്? ലോവർ ദ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ, ആക്ടിവേഷൻ എനർജി വാല്യൂ കുറയുമ്പം ഈ വാല്യൂ കുറയും. സോ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് കുറയും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ വാല്യൂ കുറയുമ്പം ഈ എക്സ്പോണൻഷ്യൽ ടേമിൻ്റെ വാല്യൂ കുറയും. പക്ഷേ നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റേറ്റും ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻ ലോവർ ദ ആക്ടിവേഷൻ എനർജി ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് ഹയർ ആയിരിക്കും. ഹയർ ദ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റും ഹയർ ആയിരിക്കും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പം ഈ ഒരു ടേം കുറയും, ഈ ടേം കുറയുമ്പം നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹയർ. ഓക്കെ, ഇനി ഫ്രീക്വൻസി ഫാക്ടർ എയുടെ സിഗ്നിഫിക്കൻ്റ് എന്താണ്? എയുടെ ഇമ്പോർട്ടൻ്റ് എന്താണ്? എയുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഗ്രേറ്റർ ദ ഫ്രീക്വൻസി ഓഫ് കൊളീഷൻ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊളീഷൻ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇക്വേഷനകത്ത് എ എന്ന് പറഞ്ഞാൽ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ റിയാക്ഷൻ റേറ്റ് ഓൺ ബൈ കൊളീഷൻ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം എ. സോ ഗ്രേറ്റർ ദ ഫ്രീക്വൻസി ഓഫ് കൊളീഷൻ, ഗ്രേറ്റർ വുഡ് ബി ദ വാല്യൂ റേറ്റ് കോൺസ്റ്റൻറ്റ്. എ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടും. അപ്പം എ ഈസ് റിലേറ്റഡ് ടു കൊളീഷൻ ഫ്രീക്വൻസി നമുക്ക് പറയാം. അപ്പം കൊളീഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്പർ ഓഫ് ബൈനറി മോളിക്യൂൾ കൊളീഷൻസ് പെർ സെക്കൻഡ്സ് പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് കോൾഡ് എ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബൈനറി മോളിക്യൂൾ കൊളീഷൻസ് പെർ സെക്കൻഡ്സ് പെർ യൂണിറ്റ് വോളിയം. So that is called a pre-exponential factor. In short, these shows the collision frequencies. That means as greater the frequency of collision, greater would be the rate constant. Okay. അപ്പോൾ these are the significance of Arrhenius equation. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, ആക്ടിവേഷൻ എനർജിയുടെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു,
പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. ഇതും എഴുതി വെക്കണം. അറീനിയസ് ഇക്വേഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ എഴുതുക, ടേം എഴുതുക, സിഗ്നിഫിക്കൻസ് എഴുതുക. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എഴുതുക, ഈ ഇക്വേഷൻ എഴുതുക, ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അറീനിയസ് പാരാമീറ്റർ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റുക? ഗ്രാഫിക്കൽ ഡിറ്റർമിനേഷൻ നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാം അറീനിയസ് ഇക്വേഷൻ A = K = AE⁻⁻ A/RT. ഇതിൻ്റെ ലോഗ് എടുക്കുക, ln. ഇതിൻ്റെ ലോഗ് എടുക്കുമ്പം ln K = എന്താ വരിക? ln A - EA/RT. നമുക്കറിയാം ഈ എക്സ്പോണൻഷ്യലിൻ്റെ ലോഗ് എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പോണൻഷ്യൽ ടേം താഴേക്ക് എഴുതിയാൽ മതി. ഇനി ln Kയും ln Aയും നമുക്ക് EA/RT അവിടെ തന്നെ നിർത്തിയിട്ട് ln Kയും Aനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്നാൽ ln K - ln A = -EA/RT എന്ന് വരും. ln K - ln A നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു, ln K/A എന്ന് എഴുതുന്നു. ln K/A = -EA/RT എന്ന് എഴുതുന്നു. ln ഞാൻ നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റുമ്പം എന്തായിട്ട് മാറും? ലോഗ് KA എന്നാവും അല്ലേ. ലോഗ് K/A = എന്താകും? -EA/2.303 RT എന്ന് വരും. അപ്പം ഇവിടെ -EA/2.303 RT എന്ന് വരും ടേം, ഡിവൈഡഡ് ബൈ 2.303 RT എന്ന് വരും. ഓക്കെ, സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം എനിക്ക് എന്ത് കിട്ടും? ലോഗ് K = ലോഗ് A - EA/2.303 RT എന്ന് വരും. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? പ്ലോട്ട് ചെയ്യുന്നു, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. Y ആക്സിൽ ലോഗ് Kയും 1/T എന്ന് പറയുന്ന ഇതിനെ ഞാൻ X ആക്സായിട്ടും എടുക്കുന്നു. അപ്പോഴെനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും വിത്ത് സ്ലോപ്പ് M പ്ലസ് Y ഇൻ്റർസെപ്റ്റ് C വെച്ചിട്ട്. സോ Y = MX + C മോഡലിൽ എനിക്കൊരു ഗ്രാഫ് കിട്ടും. അപ്പം ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ലോഗ് K വേഴ്സസ് 1/T ഗ്രാഫ് വരയ്ക്കുന്നത്. ഇക്വേഷൻ നോക്കിയേ, എനിക്ക് എന്താ കിട്ടിയത്? ഇവിടെ പ്ലസ് ആയിരുന്നു അല്ലേ, ഇവിടെ പ്ലസ് ആണ് ചിഹ്നം വരുന്നത്, അപ്പോഴാണ് സ്ലോപ്പ് പോസിറ്റീവ് ആവുക. പക്ഷേ ഇവിടുത്തെ ചിഹ്നം എന്താ നോക്ക്? മൈനസ്. സ്ലോപ്പ് വിത്ത് സ്ലോപ്പ് EA/2.303 R ആണ് ഇവിടുത്തെ M എന്ന് പറയുന്നത്. X 1/T ആണ്, X ആക്സിൽ 1/T. അപ്പോൾ സ്ലോപ്പ് -EA/2.303 R എനിക്ക് നെഗറ്റീവ് സ്ലോപ്പുള്ളൊരു ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ എനിക്ക് നെഗറ്റീവ് സ്ലോപ്പുള്ളൊരു ഗ്രാഫ് കിട്ടും. ഇങ്ങനെ നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫ് കിട്ടും. ഹിയർ സ്ലോപ്പ് = dy/dx എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് -EA/2.303 R ആണ്. വിത്ത് Y ഇൻ്റർസെപ്റ്റ് ഈസ് ലോഗ് A. അപ്പം എനിക്ക് Y ഇൻ്റർസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ലോഗ് A കിട്ടും. അതിൽ നിന്ന് എനിക്ക് A കണ്ടുപിടിക്കാം ഗ്രാഫിക്കലി. ഇനി സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -EA/2.303 R ആണ്. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഈ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ എനിക്ക് കിട്ടും. സോ ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡിൽ നിന്ന് എനിക്ക് ഇങ്ങനെയാണത് കിട്ടുക. മനസ്സിലായോ പറഞ്ഞത്? അടുത്തത് നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അനലിറ്റിക്കൽ മെത്തേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 റിയാക്ഷൻസാണ് എടുക്കുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 റേറ്റ് കോൺസ്റ്റൻ്റ് എടുക്കും. K1 and K2 be the 2 rate constant. We are taking K1 and K2 be the reactions at a 2 different temperature T1 and T2. At a temperature T1 rate is K1 and temperature T2 rate constant is K2. We know the Arrhenius equation, that is K = AE⁻⁻ നമ്മൾ ഇതിൻ്റെയൊക്കെ ലോഗരിതം എടുത്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടി? ലോഗ് K = ലോഗ് A - EA/2.303 RT എന്നാണ് വന്നത്. ഇനി ഞാൻ ലോഗ് K അറ്റ് ടെമ്പറേച്ചർ T1 ആവുന്ന സമയത്ത് എനിക്ക് കിട്ടുക ലോഗ് Kയുടേത് K1 എന്നായിരിക്കും കിട്ടുക. സോ ലോഗ് K1 = ലോഗ് A - EA/2.303 RT1. ഇനി ലോഗ് T2 ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ T2 ആവുന്ന സമയത്ത്
ലോഗ് K2 ആയിരിക്കും നമുക്ക് കിട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT2 അല്ലേ. ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഈസ് ലോഗ് K2 മൈനസ് ലോഗ് K1 ചെയ്യാം. എന്താ കിട്ടുക നമുക്ക്? ലോഗ് K2 മൈനസ് ലോഗ് K1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ LNA മൈനസ് LNA, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോലെ ഇവിടെ ഉള്ള ലോഗ് K1 ഇത് മൈനസ് ചെയ്യുമ്പം എന്താ വരിക? ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പം ഇത് മൈനസായി വെട്ടിപ്പോയി. സോ പിന്നെ വരുന്നത് മൈനസ് CA ബൈ 2.303 RT2 മൈനസ് CA ബൈ 2.303 RT1 എന്ന് പറഞ്ഞാൽ മൈനസ് CA ബൈ 2.303 RT2 പ്ലസ് EA ബൈ 2.303 RT1. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ എഴുതാം? സോ EA ബൈ RT1 പ്ലസ് ആയിട്ടുള്ള വരുന്നത്. അപ്പോൾ EA ബൈ RT1 EA ബൈ 2.303 RT1 മൈനസ് EA ബൈ 2.303 RT2 എന്ന് എഴുതാം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു EA ബൈ നമുക്ക് എങ്ങനെ എഴുതാം? 2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2. നമ്മൾ ഒന്നായിട്ട് ആ വാല്യൂസിനെ എടുത്ത് എഴുതാണ്. ഓക്കെ. സോ ലോഗ് K2 ബൈ K1 ഇസ് ഈക്വൽ ടു E ബൈ 2.303 R ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. സോ ദിസ് ഈസ് ദ അനലിറ്റിക്കൽ മെത്തേഡ് ടു കാൽക്കുലേറ്റ് അറേനിയസ് പാരാമീറ്റേഴ്സ്. ഓക്കെ. അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അനലിറ്റിക്കൽ മെത്തേഡിലൂടെ, തിയററ്റിക്കൽ മെത്തേഡിലൂടെ നമുക്ക് എക്സ്പെരിമെൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാം അറേനിയസ് ഇക്വേഷൻ്റെ റേറ്റും മറ്റ് ഫാക്ടറും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും എഴുതി വെക്കണം ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റിന് കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ.